നമ്മളിപ്പം ഏകാദശ സ്കന്ധത്തിലെ ആശയങ്ങളെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ സ്കന്ധത്തിലെ വിഷയം മോക്ഷമാണ്. മോക്ഷം ദൃഢമാകുവാൻ ജ്ഞാനം ബോധിക്കുന്നത് തന്നെ വേണം. ജ്ഞാനം ബോധിക്കുവാൻ ആവശ്യമായ ആത്മോപദേശം ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവർക്ക് നൽകുന്ന ഭാഗങ്ങളാണ് ഇനിയും നമുക്കിവിടെ വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. ഉദ്ധവോപദേശത്തിന്റെ പൂർവ്വപീഠികയായിട്ട് നമ്മൾ നവയോഗി സംവാദമെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോ ഉദ്ധവരെ ഭഗവാൻ സുധാമഗമനം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എങ്ങനെയോ അറിഞ്ഞിട്ട് തന്നെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഭഗവാൻ അത് സാധ്യമല്ലാത്ത വിഷയമാണല്ലോ. അതുകൊണ്ട് ഉദ്ധവാൻ വീണ്ടും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹായോഗി. മഹായോഗി എന്ന് പറയുമ്പോൾ യോഗേയോഗേഷ്. പലരും ഈ ഗീതയിലും അതുപോലെ പല സ്ഥലങ്ങളിലും യോഗിയായിട്ട് ജീവിക്കൂ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഹഠയോഗം, രാജയോഗം, കുണ്ടലിനി യോഗമൊക്കെ തുടങ്ങിയിട്ട് ഏതെങ്കിലും അങ്ങനെയുള്ളൊരു യോഗം ചെയ്ത് ജീവിക്കുക എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്ന. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇവിടെ താൻ ഈശ്വരനാണെന്ന് അല്ലെങ്കിൽ താൻ ആത്മാവാണെന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം ആ ഈശ്വര ശക്തിയിൽ 100% മനസ്സുറപ്പിച്ച് ആ ഈശ്വരന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ജീവിതമാണ് യോഗമയമായ ജീവിതം, യോഗിയായ ജീവിതം. അല്ലാതെ എന്തെങ്കിലും അഭ്യാസങ്ങളോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും കാണിച്ച് ജീവിക്കുന്നതല്ല. ഇവിടെ യോഗേശ്വരനായിട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ഉദ്ധവര് ചോദിക്കുന്നു, അല്ലയോ മഹായോഗി, എല്ലാം ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമായ കാര്യം സാധിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകുക, അവിടുന്ന് തന്നെ എന്നെ ഉപദേശിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ആ ആവശ്യം കേട്ടപ്പോ ഉദ്ധവരോടുള്ള സ്നേഹം കൊണ്ട് ഭഗവാൻ പറയുവാൻ ആരംഭിച്ചു. ഉദ്ധവ, മോക്ഷഹേതുകമാണ് മനുഷ്യദേഹം. ആ മനുഷ്യദേഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? പ്രത്യക്ഷാനുമാനാദികളെ കൊണ്ട്, പ്രത്യക്ഷമനുമാനമാഗമം എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളുണ്ട്, പ്രാമാണ്യം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മായികങ്ങളായ മറ്റെല്ലാറ്റിനെയും ഉപേക്ഷിക്കാൻ അപ്പോൾ മാത്രമേ സാധിക്കൂ. വാസ്തവത്തിൽ ഇല്ലാത്തതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മായാമോഹങ്ങളിൽ നിന്നും മോചിക്കുവാൻ സാധിക്കണമെങ്കിൽ ഗുരുമുഖത്തിൽ നിന്നും ആത്മാവിന്റെ നിജസ്വരൂപം വ്യക്തമായി ബോധിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ സാംസാരികമായ ജീവിതത്തിൽ നിന്നും മോചിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകാം. അതിനുവേണ്ടി ഞാൻ ഉദ്ധവ അങ്ങേക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് യദുമഹാരാജാവ് കാവേരി തീരത്തിൽ വെച്ചിട്ട് ദത്താത്രേയ മഹർഷിയിൽ നിന്നും ചില ഉപദേശങ്ങൾ സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ഉപദേശത്തെ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് ആയതിനെ പറയുവാൻ ആരംഭിക്കുകയാണ്. ഇനി നമ്മളിവിടെ വിചാരം ചെയ്യുന്നത്
അവധൂത യദു സംവാദമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് തുടരുകയാണ്. നമ്മുടെ വംശത്തിന്റെ കൂടസ്ഥനായ യദു ചക്രവർത്തി ഒരിക്കല് കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പരമ സിദ്ധരായിരുന്ന ഒരു അവധൂത യതിയെ കണ്ടുമുട്ടുകയുണ്ടായി. കണ്ടുമുട്ടിയ മഹാത്മാവ് വളരെ ആനന്ദഘനീഭൂതമായ അവസ്ഥയിലാണ്. അപ്പൊ ആ അവസ്ഥയെ കണ്ടപ്പോൾ യദു ചക്രവർത്തി ആശ്ചര്യം കൊണ്ടു. കാരണം കഠിന പ്രയത്നം ചെയ്തിട്ടും തനിക്കിതുവരെയും ഇങ്ങനെയുള്ളൊരു പരമാനന്ദം അനുഭവിക്കാൻ സാധ്യമായിട്ടില്ല. ഇപ്പൊ യാതൊന്നും ചെയ്യാതെ പരമാനന്ദത്തിൽ അമർന്നിരിക്കുകയാണ് ഈ സാധു. അപ്പൊ ചക്രവർത്തി അദ്ദേഹത്തെ നമസ്കരിച്ചു, ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് വിനയത്തോടുകൂടി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാൻ, ഈ ലോകത്തിലെ ജനതകൾ ഒരു ലേശം ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലെ സകല വസ്തുക്കളെയും അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലിപ്പോൾ ഇവിടെ അങ്ങാണെങ്കിലോ യാതൊന്നിന്റെയും തന്നെ അപേക്ഷയില്ലാതെ ആനന്ദമത്തനായിട്ട് ഇവിടെ തുടരുകയാണ്. യഥാർത്ഥത്തിൽ ആനന്ദത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ അങ്ങിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമാനന്ദാവസ്ഥയുടെ സാരം അല്ല, ഇങ്ങനൊരു അനുഭൂതി പ്രാപിക്കുവാൻ എന്താണ് കരണീയമായിട്ടുള്ളത് എന്നതിനെ ഉപദേശിച്ചു തരണമെന്ന് ഇത് ചക്രവർത്തി ആ ദത്താത്രേയനായ യദുവിനോട് യതിയോട് സാധുവിനോട് അവധൂതനോട് ചോദിക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, എല്ലാ ആനകളും കാട്ടുതീയിൽപ്പെട്ട് ദഹിക്കുമ്പോൾ ഒരു ആന മാത്രം ഗംഗാപ്രവാഹത്തിൽ ഇറങ്ങി സുഖിക്കുന്നത് പോലെ തോന്നുന്നു അങ്ങയെ കാണുമ്പോൾ. ജനങ്ങളൊക്കെ സംസാരമാകുന്ന കാട്ടുതീയിൽ അകപ്പെട്ട് ദഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങാണെങ്കിലോ ഈ സംസാരത്തിലാണ് നിലനിന്ന് വരുന്നതെങ്കിലും ഈ സംസാരത്തിന്റെ ബാധ സ്വല്പം പോലും അറിയാതെ ബ്രഹ്മാനന്ദമത്തനായിട്ട് തുടരുന്നു. സത്യത്തിൽ ഏതൊരു ജ്ഞാനം കൊണ്ടാണ് അങ്ങേക്ക് ഇത്തരത്തിലൊരു അവസ്ഥ ആർജിക്കുവാൻ അല്ലെങ്കിൽ ബോധിക്കുവാൻ അല്ലെങ്കിൽ എത്തിച്ചേരുവാൻ സാധിച്ചത്? ഇങ്ങനെയൊരു ജ്ഞാനം അങ്ങേക്ക് ആരാണ് പകർന്നു തന്നത്, ഉപദേശിച്ചു തന്നത്? എനിക്കും ആ ജ്ഞാനം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനാൽ ആരാണെന്ന് അങ്ങേക്കത് ഉപദേശിച്ചതെന്ന് അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് അപേക്ഷിച്ചപ്പോൾ അവധൂത സ്വരൂപിയായ ദത്താത്രേയ മഹർഷി ഭഗവാൻ അരുളി ചെയ്തു, ഈ മഹാരാജ് എനിക്കൊരാളല്ല, ഗുരുനാഥന്മാര് ഒന്നിലധികമുണ്ട്, കുറച്ചധികം പേരുണ്ട്. മാത്രമല്ല ഒരു ഗുരുനാഥനെ കൊണ്ട് മാത്രം ജ്ഞാനം പൂർണ്ണമാവുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല.
അതിനാൽ ഞാൻ 24 ആളുകളെ ഗുരുക്കന്മാരായിട്ട് ഭരിച്ചിട്ടുണ്ട്. ആ ഗുരുക്കന്മാരുടെ നാമവും ആ ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളും അങ്ങേക്ക് ഞാൻ ഉപദേശിച്ചു തരാം. എന്നെപ്പോലെ നിങ്ങൾക്കും പ്രസ്തുത ഗുരുനാഥന്മാരെ സമീപിക്കുവാൻ സാധിക്കുകയും അതുപോലെ ഞാൻ പഠിച്ച പാഠങ്ങൾ തന്നെ അവരിൽ നിന്ന് മനസ്സിലാക്കുവാനും സാധിച്ച എനിക്കുണ്ടായ ജ്ഞാനം ഒരുപക്ഷെ നിങ്ങൾക്കുമുണ്ടാകാം. എന്റെ ആ 24 ഗുരുക്കന്മാരുടെ നാമങ്ങളെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, മാടപ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, തേനീച്ച, ആന, വണ്ട്, മാൻ, മത്സ്യം, പിങ്കള എന്ന പേരോടുകൂടി ഒരു വേശ്യാസ്ത്രീ, കുരരപ്പക്ഷി, ബാലൻ, കന്യകാസ്ത്രീ, ശരമുണ്ടാക്കുന്നൊരു കൊല്ലൻ, സർപ്പം, എട്ടുകാലി, വേട്ട. ഇവരാകുന്നു എന്റെ 24 ഗുരുനാഥന്മാരെ. ഇനി ഇവരിൽ ഓരോരുത്തരിൽ നിന്നും ഞാൻ പഠിച്ചതായ പാഠങ്ങളെയും പറയാം. ആദ്യം ഭൂമിയാക ഗുരുവിൽ നിന്നും എന്ത് മനസ്സിലാക്കിയെന്ന് പറയാം. എന്താണ് ഭൂമിയുടെ പ്രത്യേകത? ആര് എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതിലൊന്നും ചലിക്കാതെ എല്ലാം പൊറുക്കുന്നു ഭൂമി. ഭൂമിയിൽ കുത്തിക്കുഴിച്ചാലും ചവിട്ടിയാലും മലിന വസ്തുക്കൾ ഇട്ടാലും വിളക്ക് വെച്ച് പൂജിച്ചാലും നമസ്കരിച്ചാലും എല്ലാം ഭൂമിക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഭൂമിദേവിക്ക് ക്ഷമാദേവി എന്ന് പേരുണ്ടായത്? എന്തുകൊണ്ടാ ഭൂമിദേവിക്ക് ക്ഷമാദേവി എന്ന നാമം കിട്ടിയത്? ഒന്നിലും തനിക്ക് ഭാവഭേദമില്ല. ഇങ്ങനെ എല്ലാറ്റിനെയും ചിന്തയോടും ആവലോതിയോടും കൂടാതെ സഹിക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ക്ഷമാദേവി എന്ന പേരുണ്ടായത് തന്നെ. സർവം സഹ, എല്ലാതിനെയും സഹിക്കുന്നവൾ, എല്ലാതിനെയും പൊറുക്കുന്നവൾ, എല്ലാതിനെയും ക്ഷമിക്കുന്നവൾ, എല്ലാതിനെയും സഹിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഭൂമിക്ക് ക്ഷമാദേവി എന്ന പേര് തന്നെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഭൂമിദേവിയുടെ മാതിരി എന്തിലും ചലിക്കാത്തതായ തിരിച്ചയാണ് ഒരു യതിക്ക് ആദ്യം ഉണ്ടാകേണ്ടതായ ഗുണം. അതായത് തന്നെ ആദരിച്ചാലും അനാദരിച്ചാലും സന്തോഷിപ്പിച്ചാലും ദുഃഖിപ്പിച്ചാലും അതിനൊക്കെ തുല്യ മനോഭാവത്തോടുകൂടി
ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ ഒരു യതിക്ക് കഴിയണം. ഈ ലോകം ദുഃഖസ്വരൂപവും ജീവികൾ മിക്കവാറും നിർഭാഗ്യമുള്ളവരുമാകുന്നു. അപ്പോൾ മിക്കപ്പോഴും ഇവിടെ അനിഷ്ടാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൊക്കെ ക്ഷോഭിക്കാൻ തുടങ്ങിയാൽ എപ്പോഴാണ് ഒരാൾക്ക് സമാധാനം കിട്ടുക? അതിനാൽ എന്തു കണ്ടാലും എന്തനുഭവിച്ചാലും ചലിക്കാതെ അക്ഷോഭ്യനായിരിക്കുക എന്ന തിദിക്ഷയാണ് ഭൂമിയാകുന്ന ഗുരുവിൽ നിന്നും ഞാൻ ആദ്യം പഠിച്ചതായ പാഠം. തിദിക്ഷ ഭൂമിയുടെ തന്നെ അവയവമാണല്ലോ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളിൽ നിന്നും ഞാൻ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് പർവ്വതങ്ങളിൽ രത്നങ്ങളുണ്ട്, ഔഷധികളുണ്ട്, ധാതുക്കളുണ്ട്, അങ്ങനെ ഒട്ടനവധി സമ്പത്തുണ്ട്. ആ സമ്പത്തുക്കളെ കണക്കാക്കുവാൻ സാധിക്കുമോ? അല്ല. കണക്കാക്കാൻ കഴിയാത്ത സമ്പത്തുകളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു പർവ്വതങ്ങള്. എന്നാൽ അതെല്ലാം പർവ്വതത്തിന് വേണ്ടിയാണോ? അതൊന്നും പർവ്വതത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ആർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ പർവ്വതങ്ങളുടെ മാതിരി ത്യാഗശീലം മറ്റൊരാൾക്കുണ്ടെന്ന് പറയുവാൻ കഴിയുമോ? കഴിയില്ല. അത്രമാത്രം ത്യാഗം പർവ്വതങ്ങളിലുണ്ട്. ഈ ത്യാഗശീലം ഞാൻ പർവ്വതങ്ങളിൽ നിന്നും പഠിച്ചിരിക്കുന്ന പാഠമാണ്, ഗുണപാഠമാണ്. അപ്പൊ ഭൂമിയാകുന്ന പ്രഥമ ഗുരുവിൽ നിന്നും ഞാൻ എന്തെല്ലാമാണ് പഠിച്ചതെന്ന് മനസ്സിലായില്ലേ? തിദിക്ഷയും ത്യാഗവും ഞാൻ ഭൂമിയാകുന്ന ഗുരുവിൽ നിന്നും പഠിച്ചിരിക്കുന്ന ഭാഗമാണ്. ഇത് രണ്ടുമാണ് ഒരു യതിക്ക്, അതായത് ഒരു സന്യാസിക്ക് ജ്ഞാനം അതിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യതിക്ക് ആദ്യം തന്നെ വേണ്ടത്. ഇനി ഞാൻ എൻ്റെ ദ്വിതീയ ഗുരുവായ വായുവിൽ നിന്നും എന്താണ് പഠിച്ചതെന്ന് പറഞ്ഞുതരാം. വായു എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിക്കുന്നു. എങ്കിലും ഒന്നിന്റെയും യാതൊരു ധർമ്മത്തെയും താൻ തന്നിലേക്ക് പകർത്തുന്നില്ല. അല്ലേ? സർവത്തിനും താൻ ആശ്രയഭൂതനാണെങ്കിലും താൻ ഒന്നിനെയും അങ്ങോട്ട് ആശ്രയിക്കുന്നില്ല. ഇതാണ് വായുവിന്റെ സ്വഭാവം. ഒരു യതിക്കും ഇതേ ഗുണമാണ് ഉണ്ടാവേണ്ടത്. ഒന്നിന്റെയും ഒരു ധർമ്മവും തന്നെ പിടികൂടാനിടവരരുത്. തന്റെ ബ്രഹ്മനിഷ്ഠയ്ക്കാകട്ടെ മുറിവും വരുവാൻ പാടുകയില്ല. നിരപേക്ഷകനും നിരാശ്രയനുമായിരിക്കണം യതി. ആത്മാവിനെ ഒഴിച്ച് മറ്റൊന്നിനെയും ആശ്രയിക്കുവാൻ ഇടവരരുത്. താൻ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ തന്നിൽ വന്നു ചേർന്നാലും ഒന്നിനോടും കൂടിച്ചേരാതെ എപ്പോഴും ബ്രഹ്മനിഷ്ഠയാകുന്ന തന്റെ നിജസ്ഥിതിയാകുന്ന വൃതത്തിന്
യാതൊരു മുറിവും വരുത്താതിരിക്കുക എന്നുള്ള പാഠമാണ് ഞാൻ വായുവിൽ നിന്നും പഠിച്ചത്. ആകാശവും ഏതാണ്ട് വായുവിനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആകാശമാകുന്ന ഗുരുവിന്റെ പാഠം വ്യക്തമാക്കുകയാണ് ദത്താത്രേയ മഹർഷി. അതായത് എല്ലായിടത്തും വ്യാപിച്ച് എല്ലാത്തിനും ആധാരമായിരിക്കുന്നു ആകാശം. എന്നാൽ ഒന്നിനോടും അത് കൂടിച്ചേരുന്നില്ല. അതുതന്നെയാണ് ആകാശമാകുന്ന ഗുരുവിൽ നിന്നും ഞാൻ പഠിച്ച പാഠം. ഇനിയോ ജലം സ്വതവേ എങ്ങനെയാണ്? നിർമ്മലമാണ്, പരിശുദ്ധമാണ്. മറ്റു വസ്തുക്കളുടെ അശുദ്ധിയൊക്കെ താൻ സ്വീകരിച്ച് പകരം തന്റെ ശുദ്ധിയെ അങ്ങോട്ട് കൊടുക്കും. ഈ അശുദ്ധ വസ്തുക്കളൊക്കെ അശുദ്ധി നീങ്ങാൻ ജലത്തെയാണ് ആശ്രയിക്കുക. എല്ലാത്തിൻ്റെയും അശുദ്ധിയെ നീക്കി ശുദ്ധിയെ കൊടുക്കുകയും ചെയ്യും ജലം. മാത്രമല്ല എല്ലാ ജീവികൾക്കും ജീവനവും ജലമാകും. ഒരു യതിയും ഇങ്ങനെയായിരിക്കണം. കാരണം സമ്യജ്ഞാസമായ സന്യാസം, എല്ലാവരും വേണ്ടതുപോലെ ഉപേക്ഷിക്കുന്നതിനുള്ള ആ ഒരു പക്വത ആർജിച്ച ഒരാൾക്ക് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ജ്ഞാനത്തിൽ തുടരാൻ കഴിയൂ എന്ന് നമുക്ക് ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നിന്നും ബോധിക്കാം, മനസ്സിലാക്കാം. മറ്റുള്ളതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ്. ഒരു മമതയും ഒന്നിനോടും ഇല്ലാതെ നിർമമതയോടുകൂടി നിസംഗതയോടുകൂടി ആത്മധർമ്മം ദൃഢമാകണമെങ്കിൽ സന്യാസധർമ്മം സ്വീകരിക്കുക തന്നെ വേണം, അല്ലാതെ സാധ്യമല്ല. അറിവുകൾ നമുക്ക് ആർജിക്കാം, പക്ഷെ ആ അറിവുകൾ കൊണ്ട് എല്ലാതിനെയും ഉപേക്ഷിച്ച് ആ പരമാനന്ദ നിലയെ പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു യതി എന്ത് ചെയ്യണം? ഒരു യതിയും തന്റെ സാന്നിധ്യം കൊണ്ട് സാഹചര്യം കൊണ്ടും മറ്റുള്ളവരുടെ ദുരിതം മുഴുവൻ നശിപ്പിച്ച് പുണ്യം വളർത്താനുള്ള ശേഷിയും തപശക്തിയും ഒരു യതിക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ജ്ഞാനയോഗത്തിന്റെയോ സന്യാസധർമ്മത്തിന്റെയോ ഏതെങ്കിലും പാഠങ്ങളിൽ എന്തെങ്കിലും പഠിച്ച് എനിക്ക് ഒരു ആചാരവുമില്ല, ഒരു അനുഷ്ഠാനവുമില്ല, എല്ലാ ആചാരങ്ങളിൽ നിന്നും എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും മോചിച്ചിരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സന്യാസി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൂടി ബുദ്ധിഭ്രമത്തിലേക്ക് നയിപ്പിക്കുന്ന ജാടകള് ഗോഷ്ഠികൾ കാണിച്ച് ജീവിച്ചാൽ അത് യതിധർമ്മമാവില്ല. സന്യാസി താൻ തത്വം ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണക്കാരനെ പോലെ വേണം, ഒരു സാധാരണ വ്യക്തിയെ പോലെ വേണം, ഒരു സാധാരണ മനുഷ്യനെ പോലെ വേണം ഈ ലോകത്തിലെ ജീവിതം തുടരാൻ. അതിനെ ആ സമയാസമയങ്ങളിൽ ഒരു യതി ധ്യാനം ആർജിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധ്യാനത്തിൽ തുടരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഗുരുപദേശമായിരിക്കുന്ന നിഷ്ഠയെന്തോ സാധനയെന്തോ അത് ആചരിച്ചുകൊണ്ട് ജീവിതം തുടരണം. അതേ സമയത്ത് തന്നെ യതി മറ്റുള്ളവരുടെ എല്ലാവരുടെയും ദുരിതം താൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ദുരിതമൊന്നും തന്നെ ബാധിക്കുവാൻ പാടുകയില്ല.
എല്ലാവർക്കും താൻ അത്യന്ത പ്രിയനായിരിക്കുകയും ചെയ്യണം. എല്ലാവർക്കും യതി പ്രിയനാകുമോ? നമ്മൾ ചിന്തിക്കണം. യതി ധർമ്മം ആചരിക്കണം, അല്ലെങ്കിൽ ധർമ്മം അറിയണം, ധർമ്മം അനുഷ്ഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പുണ്യാത്മാക്കൾക്ക് മാത്രമേ വാസ്തവത്തിൽ യതി പ്രിയനായിരിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ എല്ലാവർക്കും മംഗളമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു യതി പറയുന്നതെങ്കിലും അധർമ്മവും ദുരാചാരവും ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളെ ചോദ്യം ചെയ്യുന്നു യതി സന്യാസി എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് സന്യാസിയോട് ഇഷ്ടമുണ്ടാവാൻ പോകുമോ, കഴിയുമോ? സാധ്യമല്ല. അതുകൊണ്ട് പുണ്യാത്മാക്കൾക്കാണ് ഒരു യഥാർത്ഥ യതിയെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും സാധിക്കുകയുള്ളൂ. യതിക്ക് ആരുടെയും അംഗീകാരവും ആദരവും സ്നേഹവും ആവശ്യമുണ്ടായിട്ടല്ല. അങ്ങനെ ഒരു യതി എന്താണ്? താൻ എന്തിൽ ബന്ധപ്പെട്ടാലും അതിൻ്റെ ഒന്നും ബന്ധം തന്നെ ബാധിക്കാതെ നിസ്സംഗതയോടുകൂടി നിർമ്മലതയോടുകൂടി ആ നിജാനന്ദാവബോധത്തിൽ തന്നെ ജീവിതധർമ്മം വർത്തമാനകാലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ്. അങ്ങനെ ഒരാളുമായിട്ടൊരു പ്രത്യേക ബന്ധവും ഉണ്ടാകാതെ ഒരു യതി ജീവിക്കണം എന്നുള്ള പാഠം ജലമാകുന്ന ഗുരുവിൽ നിന്നും ഞാൻ പഠിച്ചിരിക്കുന്നു. ഇനി അഗ്നിയാകുന്ന ഗുരുവിൽ നിന്നും ഞാൻ പഠിച്ച പാഠം പറയാം. എന്താണ് അഗ്നി? തേജസ്സുകൊണ്ട് ദീപ്തവും മറ്റുള്ളവരുടെ തമസിനകറ്റി പ്രകാശത്തെ കൊടുക്കുന്നതുമാണ് അഗ്നി. ജ്ഞാനാഗ്നി, വിജ്ഞാനാഗ്നി. ധ്യാനമെല്ലാം ഉപദേശിക്കുമ്പോൾ ഹൃദയപത്മത്തിൽ ധ്യാനിക്കുന്ന സന്ദർഭത്തിൽ അഗ്നിമണ്ഡലത്തെയെല്ലാം കാണുവാനുള്ള വൈദിക ശാസ്ത്ര നിർദ്ദേശം ഗുരു ശിഷ്യർക്ക് പകർന്നു കൊടുക്കും. ജ്ഞാനാഗ്നിയുടെ ഫലം എന്താണ്? വാസ്തവത്തില് അറിവ് എന്നുവെച്ചാൽ തന്നിലെ തമോ ഗുണം അജ്ഞാനത്തെ ദൂരീകരിച്ച് മനോമാലിന്യത്തെ നശിപ്പിച്ച് യഥാർത്ഥ ജ്ഞാനാവബോധത്തെ പ്രാപിക്കുവാൻ, പ്രാപിച്ചിരിക്കുന്നതിനെ ബോധിക്കുവാൻ അറിവ് ജ്ഞാനം സഹായിക്കും. അതേപോലെ ഒരു യതിയും തപസ്സുകൊണ്ട് ദീപ്തനും മറ്റുള്ളവരുടെ അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തെ കൊടുക്കുന്നവനും ആകണം. ക്ഷയവൃദ്ധികളോടുകൂടിയിരിക്കുന്ന ചന്ദ്രനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം പറയാം എന്നും പറഞ്ഞ് അതിനെ പറയുന്നു യതി. അടുത്തത് എന്താ? ചന്ദ്രൻ കറുത്ത പക്ഷത്തിൽ ചുരുങ്ങി ചുരുങ്ങി ക്രമേണ കേവലം ഇല്ലാതെയാകുന്നു ചന്ദ്രന്റെ കിലകൾ. വെളുത്ത പക്ഷത്തിലോ നേരെ മറിച്ചും വർദ്ധിച്ചു പർണമിയാകുമ്പോഴേക്കുമോ സമ്പൂർണതയോടുകൂടി പ്രകാശിക്കുന്ന വസ്തുവായി മാറി ചന്ദ്രൻ. ഇങ്ങനെ എപ്പോഴും ക്ഷയവൃദ്ധികളോടുകൂടിയിരിക്കുന്നു ചന്ദ്രൻ. എന്നാൽ ചന്ദ്രന്റെ കലകൾക്കോ അതോ ചന്ദ്രന് തന്നെയാണോ പ്രസ്തുത ക്ഷയവൃദ്ധി എന്ന് നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ചന്ദ്രനല്ല ക്ഷയവൃദ്ധികൾ, പിന്നെയോ ചന്ദ്രന്റെ കലകളാണ് വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. വ്യക്തമായി ചന്ദ്രന്റെ കലകളാണ്. ഇതുപോലെ താനാകുന്ന ആത്മാവിന് ക്ഷയവൃദ്ധികളോ ജനന മരണങ്ങളോ ഇല്ല. ഞാൻ എന്റേതെന്ന് ധരിച്ചിരിക്കുന്ന ശരീരാദി ഉപാധികൾക്കാണ് വൃദ്ധിക്ഷയങ്ങളും ജനന മരണങ്ങളും ഉള്ളതെന്ന ബോധ്യം ദൃഢമാണ്. അപ്പോൾ നിജാത്മസ്വരൂപമായ
തനിക്ക് ജനന മരണങ്ങളോ വൃദ്ധിക്ഷയങ്ങളോ ഇല്ലെന്ന് ബോധ്യമാകും. ഇതാണ് ഞാൻ ചന്ദ്രനാകുന്ന ഗുരുവിൽ നിന്നും പഠിച്ച പാഠം. പിന്നെയോ ആദിത്യന്റെ കാര്യം പറയുകയാണ്. ആദിത്യൻ എന്താണ്? ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങൾക്കും ആദിത്യൻ കാരണമാണ്. എന്നാലോ ആ ആദിത്യൻ ഉദിച്ചില്ലെങ്കിൽ ഏതെങ്കിലും കർമ്മം നടക്കുമോ? ഒരു കർമ്മവും നടക്കുവാൻ പോകുന്നില്ല. എന്നാലോ ഏതെങ്കിലും കർമ്മം ആദിത്യനെ, സൂര്യനെ, രവിയെ, അർക്കനെ ബാധിക്കുന്നുണ്ടോ, ബന്ധിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കർമ്മത്തിന്റെയും ഫലമുക്തിയും ആദിത്യനിലില്ല. എല്ലാത്തിനും സാക്ഷി മാത്രമാണ്. ഇതുപോലെ ശരീരമനോബുദ്ധി ഇന്ദ്രിയാദി കരണങ്ങളുടെ കർമ്മങ്ങൾക്ക് സാക്ഷി മാത്രനായിട്ട് വർത്തിക്കണം. ഒരിക്കലും യാതൊരു കർമ്മത്തിന്റെയും കർത്താവോ ഭോക്താവോ ആകരുത്. തന്റെ സാന്നിധ്യം കൊണ്ടെല്ലാം നടക്കുന്നു എന്ന് മാത്രം ബോധിക്കണം. അതുകൊണ്ട് തനിക്കൊന്നിലും കർത്തൃത്വമോ ഭോക്തൃത്വമോ ഉണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാറ്റിനും സാക്ഷി മാത്രനായിരിക്കണം എന്നുള്ള പാഠമാണ് ഞാൻ ആദിത്യനാകുന്ന ഗുരുവിൽ നിന്നും പഠിച്ചതെന്ന് ആ അവധൂത ഗുരു ആ ചക്രവർത്തിക്ക് ഉപദേശിക്കുകയാണ്. ഇവിടെ ഈ ഗുരുക്കന്മാരുടെ പാഠങ്ങള് സ്വാംശീകരിക്കണം. അതിനെ താൻ ജീവിതത്തില് പ്രായോഗികമാക്കണം. അല്ലാതെ ഇത് വെറും അറിവിന് വേണ്ടി മാത്രം പഠിച്ച് മനസ്സിലാക്കി പ്രസംഗിച്ചതുകൊണ്ട് മാത്രമോ തനിക്കതിന്റെ പ്രയോജനമുണ്ടാവുകയില്ല. ഇവിടെ എല്ലാ പാഠങ്ങളും എല്ലാ അനുഭവങ്ങളും എല്ലാം താൻ തന്റെ ആത്മബോധം കൊണ്ടാണ് സ്വാംശീകരിക്കുന്നത്, അല്ലെങ്കിൽ സ്വാംശീകരിക്കേണ്ടത്. തന്റെ ആത്മാവിനെ ഇതുകൊണ്ടൊന്നും ബന്ധിക്കുവാൻ കഴിയുകയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ബോധിക്കുകയും വേണം. അപ്പൊ എല്ലാതിനെയും ഉപേക്ഷിച്ച് ആ സർവസംഗപരിത്യാഗമായ ജ്ഞാനാവബോധം അത് ബോധിക്കണമെങ്കിൽ അതൊരു സന്യസിക്കു മാത്രമേ സാധ്യമാകൂ. അപ്പൊ അതിനെ ഇവിടെ എന്താണ്? അറിവുകൾ അറിയുവാൻ ശ്രമിക്കുന്നവര് ആശ്രമധർമ്മം അല്ലെങ്കിൽ ആശ്രമ ജീവിതചര്യ അത് തുടരുവാനുമുള്ള വിവേകം കൈക്കൊള്ളണം. അപ്പോഴാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് നമ്മൾ ആ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം പ്രകാശിപ്പിച്ച 7ാമത്തെ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ തനതായ രൂപത്തില് ഈ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ നിത്യശുദ്ധ ബുദ്ധ മുക്ത നിജസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആത്മാവിന്റെ നിത്യത കൊണ്ട് മാത്രമാണ് താനെന്ന പ്രതിഭാസം ഈ ലോകത്തിൽ നിലനിൽക്കുന്നതെന്നുള്ള പരമാർത്ഥം ബോധിക്കുക തന്നെ ചെയ്യണം. ഇനിയും നമുക്ക് തുടർന്നു വരുന്ന ഗുരുക്കന്മാരിൽ നിന്നും എന്താണ് നമ്മുടെ ആ അവധൂതൻ മനസ്സിലാക്കിയ പാഠം എന്ന് നമുക്കും അറിയുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കാം.